ഇത് നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഇൻസിനറേറ്റേഴ്സാണ്. വേസ്റ്റ് നമുക്ക് ഇതിലിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കത്തിച്ച് ഒഴിവാക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും ചെറിയ മോഡലാണ് ഈ കാണുന്നത്. വീടുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. 2 to 3 kg ഒരു ബാച്ചിൽ നമുക്ക് ഇതിനുള്ളിൽ ഇടാൻ പറ്റും. പേപ്പർ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ അത് കത്തിപ്പോവും. ഇതിന് കോസ്റ്റ് വരുന്ന ഒരു 30,000 മുതൽ 35,000 വരെ ഉണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള നെക്സ്റ്റ് മോഡലാണ്. ഇതിൽ നമുക്കൊരു ബാച്ചിൽ ഒരു 15 kg അടുത്ത് ഒരു ബാച്ചിലിടാൻ പറ്റും. കുറച്ചും കൂടി വീടുകളിലേക്ക് തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ അത് ഇങ്ങനത്തെ യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് റൂഫ് ടോപ്പിൽ കൊണ്ടുവെക്കാം, താഴത്ത് കൊണ്ടുവെക്കാം. ഇതിനൊരു 45,000 മുതലൊരു 55 അടുത്തൊക്കെ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റിൽ വ്യത്യാസം വരുന്നത് ചിലപ്പം ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പോക്കോകളിൻ്റെ ഹൈറ്റ് നമുക്ക് കുറച്ചും കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അതിനനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം വരും. ഇതിൻ്റെ പ്രത്യേകത ഇതിൽ വേറെ മണ്ണെണ്ണ ഒഴിക്കുക, പെട്രോൾ ഒഴിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പേപ്പർ കത്തിച്ച് ഈ വേസ്റ്റിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ കത്തിപ്പോക്കും. പിന്നെ നോക്കേണ്ടത് ഈ ഡയപ്പർ പോലെ നാപ്കിന് പോലെ സാധനങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സാധനം കൂടി അതിൻ്റെ കൂടെ ഇടേണ്ടി വരും. ഒരു 60% ഡ്രൈയും 40% ഒരു വെറ്റായിട്ട് സാധനങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ ഇട്ട് കത്തിക്കാൻ പറ്റും. ഫുഡ് വേസ്റ്റ് സാധനങ്ങളൊന്നും ഇതിലിടാൻ പാടില്ല. ഫുഡ് വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യുന്ന സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ നാപ്കിൻ, ഡയപ്പേഴ്സ്, പേപ്പേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കത്തിച്ച് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് കത്തിച്ച് കളയാൻ പറ്റും. ഇത് വർക്കിംഗ് സിമ്പിളാണ്. നമ്മളൊരു ഹോട്ട് എയർ ചൂടായി കഴിഞ്ഞാൽ എപ്പോഴും മുകളിലേക്ക് പോകും. അപ്പം ഇതിൻ്റെ അടിയിൽ നിന്നൊരു എയർ വെൻ്റ് ഉണ്ട്. ആ എയർ വെൻ്റ് വഴി മുകളിലേക്ക് എയർ എപ്പോഴും സക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനുള്ളിലൊരു നാച്ചുറലായിട്ടുള്ള എയർ ഫ്ലോ ഉണ്ടാവും. സോ ഈസി ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇത് അതിൻ്റെ കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയതാണ്. ഇത് നമ്മൾ കസ്റ്റം സൈസിലാണ്. ഒരു ലൊക്കേഷനും കപ്പാസിറ്റിക്ക് അനുസരിച്ച് കോസ്റ്റിൽ വ്യത്യാസം.